നമസ്തേ, നമസ്കാരം, നമസ്കാരം. എല്ലാ മലയാളീസ്, കേരളൈറ്റ്സ് നെ എൻ്റെ അഭിനന്ദൻ, നമസ്കാരം സ്വീകരിക്കണേ. ഓക്കെ. സോ കുറച്ച് ദിവസമായി ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. എൻ്റെ ഇൻട്രൊഡക്ഷൻ ഷോർട്ട് ആൻഡ് ലോങ് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്നും എൻ്റെ ഇൻട്രൊഡക്ഷനാണ്, മനസ്സിലാക്കി എടുക്കണേ. എനിക്ക് നല്ലപോലെ മലയാളം അറിയത്തില്ല. പക്ഷേ ഹിന്ദി പഠിപ്പിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാനിവിടെ വന്നപ്പം കുറേ പിള്ളേരും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് മലയാളം പഠിക്കാൻ ആഗ്രഹമുണ്ട്. സോറി, ഹിന്ദി പഠിക്കാൻ ആഗ്രഹമുണ്ട്. സോ അങ്ങനെ ഞാനും കുറേ വിചാരിച്ച് പഠിപ്പിക്കാം. പക്ഷേ ജോലിയുണ്ട്, സമയമില്ല. അപ്പം സ്കൂൾ സ്റ്റുഡൻസിന് വീക്കെൻഡ് എന്ന് വെച്ചാൽ സാറ്റർഡേ സൺഡേ മാത്രം സമയമുള്ളൂ. അതിന് അവർ വേറെ ട്യൂഷൻസൊക്കെ പോകുന്നുണ്ട്. അപ്പം ഹിന്ദി മാത്രം പഠിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഇത്തിരി ദൂരം വരണം. അങ്ങനെ കുറേ എക്സ്ക്യൂസസ് ഉണ്ട് പറയാൻ ശരിക്കും. പക്ഷേ ഈ ഓൺലൈൻ ക്ലാസ് നല്ലപോലെ നമുക്ക് ഈസി ആവുന്നുണ്ട്. കാരണം ഇപ്പം സോഷ്യൽ മീഡിയ റെവല്യൂഷനാണ്. സോ നമുക്ക് ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യാം. മാക്സിമം എനിക്ക് എത്ര ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഞാനെല്ലാം ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണ്. പിന്നെ എല്ലാവർക്കും നമുക്ക് എല്ലാ ട്യൂഷൻസിനെ അവിടെ ഫീസ് കൊടുക്കാനും കാണത്തില്ലല്ലോ. കാരണം എല്ലാവരും ഈ ലോകത്തിന് എക്കണോമി വൈസ് എല്ലാവരും ഒരുപോലെയല്ല. കുറേ പാവപ്പെട്ട ആളുകളുണ്ട്. സോ ഇത് നല്ല ഒരു പ്ലാറ്റ്ഫോമാണ് വിതൗട്ട് ഫീസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാം. നല്ലപോലെ പഠിക്കണം. നിങ്ങൾ നല്ലപോലെ പഠിച്ചാലേ എനിക്ക് നല്ല സന്തോഷമായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ നാട്ടിൽ കുറേ പിള്ളേരെ ട്യൂഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരൊക്കെ നല്ല ലെവലിൽ എത്തി എന്ന് വെച്ചാൽ നല്ല ലെവലിൽ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം അവരെ കണ്ടിട്ട് തിരിച്ചു വന്നപ്പം മനസ്സ് ഭയങ്കര സന്തോഷമായിരുന്നു. ഇന്ന് നമുക്ക് ഇന്ന് ഫസ്റ്റ് ആണ് നമ്മുടെ ഹിന്ദിയിൽ. മലയാളത്തിൽ എങ്ങനെ ഇതുപോലത്തെ ഒരു അക്ഷരമാല നമുക്ക് എല്ലാവർക്കും ഉണ്ട് മലയാളത്തിൽ. അതുപോലെ നമുക്ക് ഹിന്ദിയിൽ ഇത് ഒരു അക്ഷരമാല ഉണ്ട്. ഇതിൽ മാലയും കൂടി പറയാം. വർണ്ണമാല അല്ലെങ്കിൽ സ്വരമാല അല്ലെങ്കിൽ അക്ഷരമാല. സോ ഇതും നമുക്ക് ഒരു അക്ഷരമാല ഉണ്ട്. നമ്മുടെ ഇന്ന് ക്ലാസ് ഫസ്റ്റ് ഹിന്ദിയാണ്. ഇത് ഇംഗ്ലീഷ് വഴി ഞാൻ എല്ലാവർക്കും ഹിന്ദി പഠിപ്പിക്കും. ഓക്കെ, ഞാൻ സ്ലോലി മലയാളം പഠിക്കും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മലയാളം ഹിന്ദിയും പഠിപ്പിക്കാം. മിസ്റ്റേക്സ് ആവുന്നുണ്ട്, സോറിയാണ് ഞാൻ പറയുന്നത്. മിസ്റ്റേക്സ് എല്ലാവർക്കും പറ്റും. മിസ്റ്റേക്സ് ഉണ്ടെങ്കിലേ നമുക്ക് അത് മാറ്റാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ലെറ്റ്സ് ലേൺ ഹിന്ദി. ചലോ ഹിന്ദി സീഖ്തേ ഹൈ. ഓക്കെ, നമുക്ക് ഈ അക്ഷരമാല അറിയത്തില്ലെങ്കിൽ നമുക്ക് ഈ ഫുൾ സെൻറ്റൻസ് അല്ലെങ്കിൽ ഡെയിലി റൂട്ടീൻ സെൻറ്റൻസ്, ചില പേര് എന്നോട് പറയും എനിക്ക് ഈ സെൻറ്റൻസ് വഴി പഠിപ്പിച്ചാൽ മതി. എന്ന് വെച്ചാൽ ഞാൻ വെള്ളം കുടിച്ചു, ഞാൻ പൊക്കോട്ടെ, അല്ലെങ്കിൽ ഇന്ന് ഞാൻ അപ്പം കഴിച്ചു, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞു. ഇങ്ങനെയൊക്കെയാണ് ആളുകൾ എന്നോട് ഈ ഫുൾ സെൻറ്റൻസ് കുഞ്ഞു സെൻറ്റൻസ് വഴി എനിക്ക് ഹിന്ദി പഠിപ്പിച്ചാൽ മതി എന്ന് ആളുകൾ എന്നോട് പറയാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല ശരിക്കും. മലയാളം പഠിക്കാനാണെങ്കിലും അക്ഷരമാല ഇമ്പോർട്ടൻ്റ് ആണ്, മസ്റ്റാണ്. അതുപോലെ ഹിന്ദി പഠിക്കാനാണെങ്കിൽ ആദ്യം നമുക്ക് ഈ അക്ഷരമാല പഠിച്ചെടുക്കണം. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് മലയാളത്തിൽ നമുക്ക് ആ ഇ ഈ ഉ ഒക്കെ ഉണ്ടല്ലോ അക്ഷരമാല. അതുപോലെ ഹിന്ദിയിലെ ഉണ്ട്. അപ്പോൾ ഹിന്ദിയിലെ ഫസ്റ്റ് അക്ഷരം നമുക്ക് ആ ആണ്. ആ
ഇത് ഓക്കെ. ഇത് ആ. ഇത് ഈ. ഈ. ഉ ഊ. ഇത് ഴ. എ ഐ. ഓ ഓ. അ അഹ. ഓക്കെ. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. അ ആ. ഈ ഈ. ഉ ഊ. റ്. എ ഐ. ഓ ഔ. അങ് അഹ. ഓക്കെ. ഇതിലെ മോളിൽ ഒരു കുഞ്ഞി പോയിന്റ് ഉണ്ട്. കാരണം ഇത് അങ്ങാണ് അങ്. ഓക്കെ. ഇത് അഹ. ഇതിനെ എവിടെയൊക്കെയാണ് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നത് ഒക്കെ ഞാൻ പറയാം കേട്ടോ. സോ ഇത് ഇന്ന് മാത്രം, ഇത് ഇന്നത്തെ ക്ലാസ് ഇത് മാത്രമാണ്. ഇത് എവിടെയാണ് ഉപയോഗിക്കുന്നത് ഒക്കെ ഞാൻ പറയാം. തൽക്കാലം ഇന്നത്തേക്ക് ഇത് ക്ലാസ് മതി കേട്ടോ. പിന്നെ ഇത് എങ്ങനെയാണ് എഴുതുന്നത് അതും ഞാൻ പഠിപ്പിക്കാം. ഓക്കെ. എഴുതാൻ നമുക്ക് പഠിക്കണ്ടായോ സോറി. സോ ഇത് ആ ആണ്. ആ ഇങ്ങനെ. ആ ഓക്കെ. ഇത് ആ. ഈ. ഈ.